റിജക്ഷൻസ് ഹേർട്സ്. അത് ഏത് തരത്തിലുള്ള റിജക്ഷൻസ് ആയാലും, നമ്മൾ പറഞ്ഞൊരു ഐഡിയ നമ്മുടെ ബോസിന് ഇഷ്ടപ്പെടാത്തതാവാം, അല്ലെങ്കിൽ നമുക്ക് ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് തോന്നിയ വ്യക്തിക്ക് തിരിച്ച് നമ്മളോട് തോന്നാത്തതാവാം. ഏത് തരത്തിലുള്ള റിജക്ഷൻസ് ആണെങ്കിലും നമ്മുടെ വയറ്റിൽ ഒരു ഇടി തന്ന ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക, അല്ലേ? നമുക്ക് ആർക്കും അത് ഹാൻഡിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നോ കേൾക്കേണ്ടതായിട്ട് വരും. സോ അതിനെ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതിനെ അവോയ്ഡ് ചെയ്ത് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. സോ നമ്മളൊരു റിജക്ഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സെൽഫ് കെയർ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ സെൽഫ് കെയർ റുട്ടീൻ, നമ്മളുടെ വ്യായാമം ആയിക്കോട്ടെ, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, നല്ല ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ, നമുക്ക് കൊടുക്കുന്ന കെയർ അത് പ്രോപ്പർലി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മളുടെ ഇമോഷൻസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള വ്യക്തികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കുകയോ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയോ, അല്ലെങ്കിൽ അവരെ പറ്റി